അമ്മയോട് ചോറിന് എന്താണെന്ന് ചോദിക്കുമ്പോൾ കയ്പ്പയ്ക്ക ഉപ്പേരിയാന്ന് കേൾക്കുമ്പോഴുള്ളൊരു സങ്കടം ഉണ്ടല്ലോ. എന്നെപ്പോലെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും കയ്പ്പയ്ക്ക വളരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പെട്ടു. കയ്പ്പയ്ക്ക ഉണ്ടാക്കുന്ന ഒരു ദിവസം വെറും കൂട്ടാൻ കൂട്ടി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പതിവായിരുന്നു എൻ്റെയും. ഈ ഒരു റെസിപ്പി കിട്ടുന്നത് വരയ്ക്കും. എന്നാൽ ഇപ്പോൾ കയ്പ്പയ്ക്ക എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കുന്ന കയ്പ്പയ്ക്ക റോസ്റ്റും ചോറും ഒരു തൈരും മാത്രം മതി നമുക്ക് ഒത്തിരി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സാധനം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്നാൽ ഇനി വൈകാണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ കയ്പ്പയ്ക്ക കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 2 മീഡിയം സൈസ് കയ്പ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? 1 ടീസ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ഐറ്റം മല്ലിപ്പൊടിയാണ്. അത് ഞാനൊരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് അതങ്ങനെ ഇരുന്നോട്ടെ. മീൻവൈൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സവാള, പിന്നെ 2 ചുവന്ന മുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് പുളിയുള്ള തൈര് കൂടി എടുത്തു വെച്ചോളൂ. ഇനി നമുക്ക് പാനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, അതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് സവാളയൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതാ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. കയ്പ്പയ്ക്ക ഒന്ന് വെന്ത് വരണവരെ ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ടേ. ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്പ്പയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള, അത്യാവശ്യം പുളിയുള്ള ഒരു 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഒരു അല്പം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ തൈരിൻ്റെ പുളി മാത്രം പോരാ, ഈ കയ്പ്പൊന്ന് ഒതുങ്ങി നല്ലൊരു സ്വാദ് വരാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് വേറൊന്നുമല്ല, പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ തൈരിൻ്റെ പുളിയും പഞ്ചസാരയും പിന്നെ നമ്മളെ കയ്പ്പയ്ക്കയുടെ കയ്പ്പും കൂടി ഇപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക സ്വാദ് നോക്കിയിട്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കൊരു 5 to 10 മിനിറ്റ്സ് കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല മുരിഞ്ഞ് വരും, നല്ലൊരു സ്വാദ് വരും, നല്ല റോസ്റ്റായി നല്ലൊരു കളറ്, നല്ലൊരു ബ്രൗണിഷ് കളറും എല്ലാം വരും. ഇപ്പോൾ ഇതാ നമ്മുടെ കയ്പ്പയ്ക്ക റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി വന്നിട്ട് നമ്മളിട്ട മല്ലിപ്പൊടിയുടെയൊക്കെ നല്ലൊരു സ്മെല്ലും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കൂ.